ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന ആന്റണി എംപിയുടെ പരാമർശത്തിനെതിരെ ഡോക്ടർ ടി.എം. തോമസ് ഐസക്. പുൽവാമ ആക്രമണത്തിന് ഉത്തരവാദി പാകിസ്ഥാൻ തന്നെയാണ്. ആക്രമണം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ തടഞ്ഞില്ലെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. CAA, NIA ബില്ലുകളെ കോൺഗ്രസ് അനുകൂലിച്ചുവെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. ഉണ്ടല്ലോ, അവരുടെ ഭീകരാക്രമണമല്ല നടത്തിയത്, അവരുടെ പിന്തുണയോടുകൂടി. എന്താ BJP സർക്കാർ ചെയ്തത്? അങ്ങനൊരു ആക്രമണത്തിന് മുന്നറിയിപ്പുണ്ടായിട്ടും അത് പ്രതിരോധിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് അത് ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ആവശ്യപ്പെട്ടു, അതുപോലെ തന്നെ ഗവർണർ ആവശ്യപ്പെട്ടു. അത് ചെവിക്കൊണ്ടില്ല, ഒന്നും ചെയ്തില്ല. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു. ഇത് പുതിയ കാര്യമൊന്നുമില്ലെന്ന് ഇന്ത്യ എത്രയോ നാളായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ആന്റണി എംപി നടത്തിയ ഈ പരാമർശവുമായി ബന്ധപ്പെട്ട തോമസ് ഐസക് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? MP വിശദീകരിച്ചിരുന്നത് പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് എന്ത് പങ്ക് ആന്റണി MP ചോദിച്ചിരുന്നത്. എന്തായാലും അതിന് വിരുദ്ധമായി ഒരു പരാമർശമാണ് ഇന്ന് എന്തായാലും ആന്റണി MPയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് മാധ്യമപ്രവർത്തകരാണ് അത്തരത്തിൽ പരാമർശം വളച്ചൊടിച്ചതെന്നൊരു വിശദീകരണമാണ്. പക്ഷേ പുൽവാമ ആക്രമണത്തിൽ സത്യപാൽ മാലിക്കിന്റെ അവിടുത്തെ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ വിശദീകരണം താൻ പറയുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ മറ്റൊന്നും താൻ പറഞ്ഞിട്ടില്ല. അതിൽ ഉറച്ചു നിൽക്കുന്നു. അതിനെതിരെ എന്തായാലും കേസെടുക്കുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനെതിരെ വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് തോമസ് ഐസക്കാണ്. പാകിസ്ഥാന് പങ്കുണ്ട് ആ കാര്യത്തിൽ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ അത് തടയാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല. അത് വിമർശനം തന്നെയാണ്. ആ വിമർശനത്തിൽ കഴമ്പുണ്ട് എന്നാണ് തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ വിവാദം ഇപ്പോൾ കൊഴുക്കുകയാണ്. യുവമോർച്ച ഇന്നലെ കോലം കത്തിക്കുന്ന നടപടിയടക്കം ആന്റണിയുടെ കോലം കത്തിക്കുന്ന നടപടിയിലടക്കം കടന്നിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.